ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പ്രധാനമായും ന്യൂസ് അജണ്ട ആയി വരുന്നത് എന്നുകൂടി നോക്കേണ്ടതുണ്ട്. നേരത്തെ അദ്ദേഹം ചിരിച്ചുവെങ്കിലും പറയാതിരിക്കാൻ കഴിയുകയില്ല. CPM-ൻ്റെ വിവിധ സമ്മേളനങ്ങൾ നടക്കുകയാണ്, സംസ്ഥാന സമിതി നടക്കുകയാണ്. ഇതിൽ CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾക്കും തുടക്കമാവുകയാണ്. നാളെയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിലും വീഴ്ചകളിലുമൊക്കെ സർക്കാരിന് മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഈ സമ്മേളനങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. സാധാരണഗതിയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അത് ഉണ്ടാകാറുണ്ട്. പക്ഷേ എത്ര കണ്ടത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, അത് എന്തായാലും നോക്കാം. മറ്റൊന്ന്, ഈ ലൈംഗിക പീഡന കേസിൽ പ്രതിയായ നടനും MLA-യുമായ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ പലയിടങ്ങളിൽ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമിതി ഇന്ന് ചേരുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്തേക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴയുണ്ട്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പറയുന്നുണ്ട്. ഒപ്പം മലയോര തീരമേഖലയുള്ളവർക്ക് ജാഗ്രത നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്ക് ഉണ്ട്. ഇനി ഈ മഴ മുന്നറിയിപ്പ് 10 മണിയാകുമ്പോഴേക്കും മാറും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. കൊച്ചിയിൽ എന്തൊക്കെയാണ്? കൊച്ചിയിൽ മുകേഷിനും ജയസൂര്യയ്ക്കും എതിരെ അടക്കം പരാതികൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ തന്നെ ഈ നടിയുടെ പരാതി കൊടുത്ത നടിയുടെ മൊഴിയെടുപ്പ് ഇന്ന് ഉണ്ടായിരിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയും ആഷിഖ് കപൂറിൻ്റെ രാജിയുടെയും പശ്ചാത്തലത്തിൽ ഫെഫ്ക യോഗവും ഇന്ന് ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ യോഗം തിങ്കളാഴ്ചത്തേക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ. ഇനി ശ്രീകുമാർ നേരത്തെ എടുത്ത പീഡന പരാതി അല്ലേ, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ മരടിലെ ഫ്ലാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. അപ്പോൾ ആ കേസ് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ വന്ന പുതിയ 2 കാര്യങ്ങൾ. രഞ്ജിത്തിനെതിരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് കേസെടുത്തതും ഇടവേള ബാബുവിനും നടനായ സുധീഷിനും എതിരെയുള്ള ലൈംഗിക അതിക്രമ കേസ്. അത് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ കേസെടുത്തിരിക്കുന്നത്. അത് കോഴിക്കോട് നിന്നാണ്. നടക്കാവ് പോലീസാണ് ആ കേസെടുത്തിരിക്കുന്നത്. പോകുന്നത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ രഞ്ജിത്തിനെതിരെ വന്ന കേസും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകളിന്മേലുള്ള കേസെടുക്കലുകൾ, അത് ഇനി എത്ര വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് നോക്കിക്കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് സമന്വയ ബൈഠക്ക് അല്ലേ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പുതുതായി പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കുന്നതാണ്. കേരളത്തിൽ വളരെ അഭിമാനത്തോടെ നോക്കിയിരിക്കുന്ന ഒരു കാര്യവുമാണ്.